Hello everyone. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ഞങ്ങളോട് കമൻറ്റിലൂടെ അല്ലാതെ മെസ്സേജിലൂടെ ഒക്കെ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ചൈനീസ് പ്രൊഡക്ട്സിനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പോഴും ചൈനയെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മറുപടിയാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ചൈനീസ് പ്രൊഡക്ട്സ് ആപ്പുകൾ പോലെ തന്നെ ചൈനീസ് പ്രൊഡക്ട്സ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ കൗശിക് പത്മകുമാർ. വെൽക്കം ടു ടെക് ബൈറ്റ്സ്. കുറച്ച് നാളുകളായിട്ട് ചൈനീസ് ആപ്പുകൾ നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ പ്രൈവസി റീസണൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചൈനീസ് ആപ്പുകൾ ബാൻ ചെയ്യുന്നത്, എന്നാൽ പിന്നെ ചൈനീസ് പ്രോഡക്ട്സ് കൂടി ബാൻ ചെയ്തുകൂടി എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മൈനർ റീസൺ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ റീസൺ എന്ന് പറയുന്നത് എല്ലാ ആപ്സിനും, അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആപ്സിനും ഒരു ആൾട്ടർനേറ്റീവ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഇൻ കേസ് ആൾട്ടർനേറ്റീവ്സ് ഇല്ലാത്ത ഒരു ആപ്പ് ആണെങ്കിൽ അത് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സൂം ആപ്പിന് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ അവരൊരു ചാലഞ്ച് കൂടി വെച്ചിരുന്നു, സൂം ആപ്പിനെ പോലെ തന്നെ സിമിലർ യൂസ് ഉള്ള ഒരു കോൺഫറൻസിങ് ആപ്പ് വിത്ത് ഹൈ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാമോ എന്നായിരുന്നു ആ ചാലഞ്ച്. ആ ചാലഞ്ച് ചെയ്ത് വിജയിച്ചത് വി കൺസോൾ എന്ന് പറയുന്ന മലയാളി ഓൺ ചെയ്യുന്ന ഒരു കമ്പനിക്കാണ്. അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് 1 crore rupees ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകിയത്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. വിത്തിൻ 2 or 3 days നമുക്കൊരു പുതിയ ആപ്പ് തന്നെ ബാൻ ചെയ്ത പോലത്തെ ഒരു സിമിലർ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ആപ്പ് ബാൻ ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള കോൺസിക്വൻസസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് മറ്റ് റീസൺ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈവസി ഇഷ്യൂസ് മാനിച്ചുകൊണ്ട് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ചൈനീസ് ആപ്പുകൾ ബാൻ ചെയ്യേണ്ടി വന്നത്. ഇനി എന്തുകൊണ്ടാണ് ചൈനീസ് പ്രൊഡക്ട്സ് ഇന്ത്യയിൽ ബാൻ ചെയ്യാത്തത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്മാർട്ട് ഫോൺസ് എന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട് ഫോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആപ്പിൾ, സാംസങ്, HTC, നോക്കിയ അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് നോൺ ചൈനീസ് വിഭാഗത്തിൽ. ചൈനീസ് നോക്കുകയാണെങ്കിൽ റിയൽമി, റെഡ്മി, ഓപ്പോ അങ്ങനെ വേറെ കുറേ ഓപ്ഷൻസ് ചൈനീസ് ബ്രാൻഡ്സിലും ഉണ്ട്. ഇനി ആസ് എൻ ഇന്ത്യൻ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഒരു ഫോൺ മേടിക്കാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്ന അതിൻ്റെ ബഡ്ജറ്റും സ്പെസിഫിക്കേഷൻസും ആയിരിക്കും. ഇനി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറിയിൽ ഈ നോൺ ചൈനീസ് പ്രൊഡക്ട്സിൽ ആകെ വരുന്നത് സാംസങ്ങും ഇപ്പോൾ നോക്കിയ മാത്രമാണ്. നേരെ മറിച്ച് ചൈനീസ് ബ്രാൻഡ്സിൽ റിയൽമി, റെഡ്മി, ഓപ്പോ അങ്ങനെ കുറേ ഓപ്ഷൻസാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ വേണ്ട ഒരാൾക്ക് കിട്ടുന്നത്. ഇനി 20,000 ബഡ്ജറ്റുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ബിലോ ബഡ്ജറ്റുള്ള ഒരാൾക്ക് നോൺ ചൈനീസ് പ്രൊഡക്ട്സിനേക്കാൾ അല്ലെങ്കിൽ നോൺ ചൈനീസ് ബ്രാൻഡ്സിനേക്കാൾ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ചൈനീസ് പ്രൊഡക്ട്സാണ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൈനീസ് സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ തന്നെ ചിലവാകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ മെജോറിറ്റി ആൾക്കാരും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് ചൈനീസ് ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺസിലാണ്. ഇനി നമ്മൾ ഈ സ്മാർട്ട് ഫോൺസിനെ വേറൊരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചറിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സസ് നമ്മൾ ഈ സ്മാർട്ട് ഫോൺസിനെ വീണ്ടും 4 ആയിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. ഈ കാറ്റഗറിയിൽ ഫസ്റ്റ് വരുന്നതാണ് മെയ്ഡ് ഇൻ ചൈന ഫോൺസ്. മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കമ്പോണൻസ്, ഇതിൻ്റെ റോ മെറ്റീരിയൽസ്, ഇതിൻ്റെ അസംബ്ലിങ് എല്ലാം നടക്കുന്ന ചൈനയിലാണ്. അതായത് ദിസ് ഈസ് എ കംപ്ലീറ്റ്ലി ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഇന്ത്യയിൽ സെയിൽസിലുള്ള ഏക പ്രൊഡക്റ്റാണ് ന്യൂബിയ റെഡ് മാജിക് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇതധികം ആരും കേട്ടിട്ടുണ്ടാവില്ല, ബിക്കോസ് ഇതിനധികം ആരും പോപ്പുലാരിറ്റി കൊടുക്കാറില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്. ഇതിൻ്റെ സെല്ലേഴ്സായ കുറച്ച് പേർക്ക് എന്തൊക്കെയോ പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ലാതെ ജനറലി ഇന്ത്യൻസിനോ ഇന്ത്യക്കോ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതുകൊണ്ട് യാതൊരുവിധ ലാഭവുമില്ല, യാതൊരു പ്രോഫിറ്റുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ അധികം ആരും പോപ്പുലർ ആക്കാത്തത് അല്ലെങ്കിൽ അധികം ആരും പ്രൊമോട്ട് ചെയ്യാത്തത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ചൈനീസ് ഫോൺസ് അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളിവിടെ മേടിക്കുന്ന റിയൽമി, റെഡ്മി, ഓപ്പോ അങ്ങനെ മിക്ക ഫോൺസിൻ്റെയും പുറകിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു ടാഗ് ഉണ്ടാവും. ഈ ടാഗിൻ്റെ ഒക്കെ അർത്ഥം ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതല്ല, ബട്ട് ഇതിൻ്റെ കമ്പോണൻസും റോ മെറ്റീരിയൽസും ഒക്കെ ചൈനയിൽ നിന്നാണ്. പക്ഷേ ഇതെല്ലാം അസംബിൾ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇങ്ങനെ അസംബിൾ ചെയ്യണമെങ്കിൽ ഈ ബ്രാൻഡ്സിനൊക്കെ ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടാവണം. ഈ യൂണിറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റലും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ബാൻ ചെയ്യുകയാണ്, ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യണം അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഇന്ത്യൻസിൻ്റെയും ജോലി പോകാം, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയാം.
മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ എക്കണോമിയെ മൊത്തത്തിൽ അൺസ്റ്റേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രൊഡക്ട്സൊക്കെ ബാൻ ചെയ്യുക എന്നുള്ളത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ചൈനീസ് ഫോൺസ് മാനുഫാക്ചർഡ് ഇൻ ചൈന എന്നുള്ള കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ആണ് ആപ്പിൾ, സാംസങ് എന്നുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സൊക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഐഫോൺസും മാനുഫാക്ചർ ചെയ്യുന്നത് ഫോക്സ്കോൺ എന്ന് പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളതും ചൈനയിൽ തന്നെയാണ്. ഇവർ 2015 ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് ബൈ ദ കമ്മിങ് ഇയേഴ്സ് അവരൊരു 12 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങും എന്നായിരുന്നു അന്നത്തെ അനൗൺസ്മെൻറ്റ്. അത് പ്രകാരം 2020 ആയപ്പോഴത്തേക്ക് അവർ 2 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് പണിത് അതിൻ്റെ വർക്കിങ്ങും തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. റിയൽമിയുടെയും റെഡ്മിയുടെയും ഏതൊക്കെയോ പുതിയ മോഡൽസ്, അതേപോലെ തന്നെ ഐഫോണിൻ്റെ വരാനിരിക്കുന്ന ഒരു മോഡലും iPhone 11 ഒക്കെയാണ് ഇപ്പോൾ അവർ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. ഇനി ഇൻ കേസ് ബാക്കിയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സും അവർ ഉടനെ തുടക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് 1 മില്യൺ ആൾക്കാർക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഓപ്പൺ ആവുന്നത്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നല്ല രീതിയിൽ വരാനും നമ്മുടെ ടെക്നോളജിക്കൽ സൈഡ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. സോ ഇൻ കേസ് നമ്മൾ ഈ ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ ബാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരാനിരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് കൂടി അവിടെ ഇല്ലാതാവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പോയിൻറ്റ് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ലാസ്റ്റ് കാറ്റഗറിയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോൺസ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റ്സ്, റോ മെറ്റീരിയൽസ് ആൻഡ് അസംബ്ലിങ് എല്ലാം ഇന്ത്യയിൽ തന്നെ നടക്കണമെന്നാണ്. ബട്ട് ഈ ഒരു കാറ്റഗറിയിലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് മൈക്രോമാക്സ് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത്. ബട്ട് ടു ബി ഓണസ്റ്റ്, മൈക്രോമാക്സിൻ്റെ അസംബ്ലിങ് മാത്രമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ കമ്പോണൻറ്റ്സ് എല്ലാം ഫ്രം ചൈനയായിരുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ മെയ്ഡ് സ്മാർട്ട് ഫോൺ. ഇറ്റ് വാസ് ജസ്റ്റ് അസംബിൾഡ് ഇൻ ഇന്ത്യ. ആൻഡ് ആസ് ഇഫ് നൗ ഒരൊറ്റ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ഒരൊറ്റ മൊബൈൽ ബ്രാൻഡ്സ് പോലും ഇല്ല കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്നത്. ബട്ട് ജിയോയും ഗൂഗിളും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ദ വേൾഡ്സ് ചീപ്പസ്റ്റ് 5G സ്മാർട്ട് ഫോൺ ഒരു ഹോപ്പ് തരുന്നു. ഇൻ കേസ് അതിൻ്റെ കമ്പോണൻറ്റ്സ്, അതിൻ്റെ ക്യാമറ, സെൻസേഴ്സ് എല്ലാം നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ വേൾഡ്സ് ഫസ്റ്റ് ഇന്ത്യൻ മെയ്ഡ് സ്മാർട്ട് ഫോൺ. ഇത്രയും പോയിൻറ്റ്സ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത് ഓൾ ഓവർ ദി വേൾഡ് ടെക്നോളജി ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ചൈന. അതായത് അതിൻ്റെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അതിൻ്റെ കമ്പോണൻറ്റ്സ് ആയിക്കോട്ടെ, ബഡ്ജറ്റും ചൈനീസ് ഫോൺസിനാണ് കുറവ്, അതിൻ്റെ ഫീച്ചേഴ്സ് കൂടുതലും ചൈനീസ് ഫോൺസിനാണ്. അതായത് എല്ലാ രീതിയിലും ചൈന ഇസ് ബിക്കമിങ് ദ ടെക്നിക്കൽ ഹബ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസി എങ്ങനെയാണ് നമുക്കൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കുക എന്ന് ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് പോയിൻറ്റ്സാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ സ്മാർട്ട് ഫോൺ തന്നെ എടുക്കാം. ഇപ്പോൾ സ്മാർട്ട് ഫോൺ നമുക്ക് നമ്മുടേതായ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കമ്പോണൻറ്റ്സ് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ലൈക്ക് ഒരു സ്മാർട്ട് ഫോണിന് വേണ്ട സെൻസേഴ്സ്, അതിൻ്റെ ക്യാമറ, അതിൻ്റെ ബാറ്ററി, അതിൻ്റെ പ്രൊസസ്സർ, അതൊക്കെ 1 by 1 മാനുഫാക്ചർ ചെയ്ത് അതൊരു സക്സസ് ആയാൽ മാത്രമേ നമുക്കൊരു സ്മാർട്ട് ഫോൺ എന്ന ടാർഗറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോൺ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദെൻ ഇന്ത്യ ഹാസ് എ ചാൻസ് ഓഫ് ബീയിങ് ദ നെക്സ്റ്റ് ടെക്നിക്കൽ ഹബ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ഹബ്ബായി മാറാൻ സാധിക്കും ഇന്ത്യക്ക്. ഇന്ത്യയെ ടെക്നോളജിക്കലി എങ്കിലും ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കുറേ പ്ലാൻസ്, സ്കീംസ്, പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സൂം ആപ്പിനൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അവരൊരു ചാലഞ്ച് വെച്ചു. അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് പകരം ഒരു ഹൈ സെക്യൂരിറ്റി വീഡിയോ കോൺഫറൻസിങ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ചാലഞ്ച് വെച്ചിരുന്നു എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കുന്ന ഒരു ആപ്പാണ് ചുനൗത്തി. ഇത് ആത്മനിർഭർ ഭാരത് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു ചാലഞ്ചാണ് ചുനൗത്തി എന്ന് പറയുന്നത്. നമ്മുടെ യൂത്ത്സിനും അല്ലെങ്കിൽ ടെക് ഫോളോവേഴ്സിനൊക്കെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ചാലഞ്ചാണ്. ഇതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ടെക് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന 300ഓളം ആപ്ലിക്കേഷന് 25 lakh rupees ആണ് ഇനീഷ്യൽ ഫണ്ടിങ് ആയിട്ട് ഗവൺമെൻറ് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും ഫൈനലി സെലക്ട് ആവുന്ന 3 സ്റ്റാർട്ടപ്പ് ഐഡിയാസിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന പ്ലേസസ് കൊടുക്കുകയും അതിന് ക്യാഷ് പ്രൈസസ് ഗവൺമെൻറ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ എത്രത്തോളമാണ് ദ ഹോൾ വേൾഡ്, എസ്പെഷ്യലി ഇന്ത്യ, ടെക്നോളജിക്കലി ചൈനയുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആകാം, എന്തുകൊണ്ടാണ് ചൈനീസ് പ്രോഡക്ട്സ് ഇന്ത്യയിൽ ബാൻ ആവാത്തതെന്നൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്.
അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ചൈനീസ് പ്രൊഡക്ട്സിനെ പ്രേസ് ചെയ്യുകയോ ചൈനയെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്തത്. ഐ തിങ്ക് വി ഹാവ് മെയ്ഡ് ഇറ്റ് ക്ലിയർ. പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴും മനസ്സിലാവാത്തൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, PUBG എന്ന് പറയുന്ന ചൈനീസ് ആപ്പ് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്ത് എന്ന ന്യൂസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ അടുത്ത ദിവസം കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു 4G ഗെയിം ആപ്പ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു PUBG, പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പ്, അതിനെ PUBGക്ക് പകരം വന്ന ഒരു ആപ്പ് എന്ന് പറഞ്ഞ് മാക്സിമം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ച് അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്തത് നമ്മളിൽ കുറച്ച് പേരൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾ ഓരോ ചൈനീസ് ന്യൂസുകൾ ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇന്ത്യൻസിൻ്റെ ഓരോ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് പ്രൊഡക്ട്സിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മളിൽ കുറച്ച് പേരൊക്കെ തന്നെയാണ് എന്ന് ഞങ്ങൾക്കൊരു തോന്നൽ വന്നു. അത് ഞങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. സോ ലെറ്റ്സ് പ്രേ ഫോർ ദി ബെസ്റ്റ്, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുകൂടാതെ എന്തെങ്കിലും ഒപ്പീനിയൻ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയയ്ക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഞങ്ങളുടെ എല്ലാ ടെക്നോളജിക്കൽ ബേസ്ഡ് ലൈവ് അപ്ഡേറ്റ്സും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.